കർഷകന്റെ വാക്ക് കൃഷിയുടെ കൂട്ട്. കുട്ടനാട് FM 90.0 കർഷകന്റെ റേഡിയോ. ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡ്, ഉദ്യോഗമണ്ഡൽ, എറണാകുളം. FACT കാർഷിക സ്പോൺസർഡ് പരിപാടി. നമസ്കാരം. തെങ്ങിലെ കീടനിയന്ത്രണം, പരിസ്ഥിതി സൗഹൃദ സമീപനങ്ങൾ എന്ന വിഷയത്തെപ്പറ്റി നമുക്കിന്ന് ചർച്ച ചെയ്യാം. കൽപ്പവൃക്ഷമായ തെങ്ങ് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വിനോദസഞ്ചാരം, പാരിസ്ഥിതിക സേവനങ്ങൾ എന്നിവ നിറവേറ്റുന്നതിന് മനുഷ്യരാശിക്ക് വലിയ സംഭാവനയാണ് നൽകി വരുന്നത്. ഇത് 12 ദശലക്ഷത്തിലധികം കർഷക കുടുംബങ്ങൾക്ക് ഉപജീവന സുരക്ഷ പ്രദാനം ചെയ്യുന്നതോടൊപ്പം ഇന്ത്യൻ ഉപദ്വീപിൽ ഉടനീളം തീരപ്രദേശത്തിന്റെ സുസ്ഥിരയ്ക്കും കാരണമാവുന്നു. വിവിധതരം കീടങ്ങൾ, മണ്ടരികൾ, നിമാവിരകൾ എന്നിവയുടെ ആക്രമണം നാളികേര ഉൽപാദനത്തെ ബാധിക്കുകയും പലപ്പോഴും തെങ്ങ് നശിച്ചു പോകുന്നതിന് തന്നെ കാരണമാകുകയും ചെയ്യുന്നു. കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, ഓലതീനിപ്പുഴു, പൂങ്കുലച്ചാഴി, മണ്ടരി, വേരുതീനിപ്പുഴു, എലി എന്നിവയാണ് തെങ്ങിലെ പ്രധാന കീടങ്ങൾ. സ്ലഗ് കാറ്റർപില്ലറുകൾ, ശൽക്ക കീടങ്ങൾ, തേങ്ങാതുരപ്പൻ പുഴു, വേർതുരപ്പൻ, നിമാവിരകൾ മുതലായവ ചില പ്രത്യേക പ്രദേശങ്ങളിൽ വെല്ലുവിളിയാകാറുണ്ട്. ഈ കീടങ്ങൾ ചില സമയങ്ങളിൽ 45% വരെ വിളവ് നഷ്ടമുണ്ടാക്കിയതായി കണ്ടിട്ടുണ്ട്. 1982 വിദേശത്ത് നിന്നും എത്തിപ്പെട്ട തെങ്ങിലെ മണ്ടരിയും 2016-2018 കാലഘട്ടത്തിൽ എത്തിച്ചേർന്ന വെള്ളീച്ചകളും കർഷകർക്കിടയിൽ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. തെങ്ങോല വണ്ട്, കപടശൽക്ക കീടം എന്നിവ സമീപ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന കീടങ്ങളിൽ ചിലതാണ്. തെങ്ങിൽ നിമാവിര രോഗമായ റെഡ് റിംഗ് ഡിസീസ് നിലവിൽ മധ്യ തെക്കേ അമേരിക്കയിലും കരീബിയൻ പ്രദേശത്തെ ചില ദ്വീപുകളിലും കാണപ്പെടുന്നു. ഇത്തരം കീടങ്ങൾ നമ്മുടെ നാട്ടിൽ എത്തിപ്പെടാതിരിക്കുന്നതിനായി കർശന ക്വാറന്റൈൻ മുൻകരുതലുകൾ അവലംബിക്കുന്നുണ്ട്. നിരവധി കീടങ്ങൾ തെങ്ങിനെ ആക്രമിക്കുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഉപകാരികളായ അസംഖ്യം മിത്രപ്രാണികൾക്കും തെങ്ങ് ആവാസ വ്യവസ്ഥ ഒരുക്കി നൽകുന്നു. കാലാവസ്ഥ വ്യതിയാനം പ്രാണികളുടെ അംഗസംഖ്യയെ ബാധിക്കുകയും കീടങ്ങളുടെ അതിപ്രസരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഷഡ്പദങ്ങൾ ഉൾപ്പെടെയുള്ള ജീവിവർഗങ്ങളുടെ വംശനാശം ജൈവ വൈവിധ്യം നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കുന്നതും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നതുമായ പ്രധാന ഘടകങ്ങളായാണ് കാണുന്നത്. നൂതനമായ കീടനിയന്ത്രണ ഉപാധികൾ വികസിപ്പിക്കുന്നതിന് പ്രാണികളുടെ ചലനാത്മകതയെക്കുറിച്ച് ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പരാഗണ സഹായികളെ സംരക്ഷിക്കുക. തെങ്ങിൻ പൂങ്കുലകൾക്ക് നിരവധി പുഷ്പ സന്ദർശകരുള്ള ഒരു കലവറയാണ്. വൻ തേനീച്ചകൾ, ചെറുതേനീച്ചകൾ, ഉറുമ്പുകൾ, ഈച്ചകൾ, ചിത്രശലഭങ്ങൾ, കടന്നലുകൾ തുടങ്ങിയവയാണ് തെങ്ങിന്റെ പൂങ്കുലകൾ സന്ദർശിക്കുന്നവരിൽ പ്രധാനികൾ. അവയ്ക്ക് ഒരു മികച്ച പൂമ്പൊടി സ്രോതസ്സായി തെങ്ങ് വർത്തിക്കുന്നു. പരാഗണകാരികൾ കൂടുതലുണ്ടെങ്കിൽ അത് തെങ്ങിന്റെ വിളവ് കൂടാൻ കാരണമാവുകയും ഇത് പരിസ്ഥിതിയുടെ പാരിസ്ഥിതിക ക്ഷേമത്തെ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. നെടിയ തേങ്ങിനങ്ങളിൽ വൻ തേനീച്ചകളും ചെറുതേനീച്ചകളും, കുള്ളൻ ഇനങ്ങളിൽ ഉറുമ്പുകളുമാണ് കൂടുതലും ഈ സേവനങ്ങൾ ചെയ്യുന്നത്. തെങ്ങിൻ തോപ്പിൽ വ്യാപകമായി കാണപ്പെടുന്ന ഇവയും ഒപ്പം വൈവിധ്യങ്ങളായ മറ്റ് മിത്രകീടങ്ങളും ചേർന്ന് വിള ഉൽപാദനവും സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നു. 1990 മുൻപുള്ളതിനെ അപേക്ഷിച്ച് 2006 2015 ഏകദേശം 25% തേനീച്ച സ്പീഷീസുകൾ കുറവായിരിക്കുന്നുവെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഭക്ഷ്യസുരക്ഷയ്ക്കും ഉപജീവനത്തിനും ഒരു പ്രധാന ഭീഷണിയാണ്. അതിനാൽ പരാഗണ സഹായികളെ സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. തെങ്ങോല പുഴുക്കളുടെ വ്യത്യസ്ത വളർച്ചാ ഘടനകളെ ആക്രമിക്കുന്ന ഗോണിയോസസ് നെഫാൻഡിഡിസ് തെങ്ങൊന്നിന് 20 എണ്ണം, ബ്രാക്കോഡ് ബ്രെവിക്കോർണിസ് തെങ്ങൊന്നിന് 30 എണ്ണം, ഇലാസ്മസ് നെഫാൻഡിഡിസ് 100 പ്യൂപ്പകൾക്ക് 49 എണ്ണം, ബ്രാക്കിമേറിയ നൊസറ്റോയ് 100 പ്യൂപ്പകൾക്ക് 32 എണ്ണം എന്നീ പരാന്നഭോജികളെ 1929 തന്നെ ജൈവകീട നിയന്ത്രണത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ 9 ദശാബ്ദങ്ങളിലായി രാജ്യമെമ്പാടും തെങ്ങോല പുഴുക്കളെ ഫലപ്രദമായി ജൈവ രീതിയിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. തെങ്ങ് കൃഷി ചെയ്യുന്ന ഭൂരിഭാഗം പ്രദേശങ്ങളിലും പ്രസ്തുത മേഖലകളിൽ തെങ്ങോല പുഴുക്കൾക്കെതിരെയുള്ള പരാന്നഭോജികളെ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനായി അതാത് സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പാരസിറ്റോയിഡ് ബ്രീഡിംഗ് സ്റ്റേഷനുകൾ നിലവിലുണ്ട്. ജൈവിക നിയന്ത്രണം
ഫലവത്തായി നടപ്പിലാക്കുവാൻ സാധിച്ചതിന്റെ ഒരു സുപ്രധാന ഉദാഹരണമാണിത്. റൂഗോസ് വെള്ളീച്ചകളുടെ സമീപകാല ആവിർഭാവത്തിൽ ഇവ കണ്ടു തുടങ്ങി 4 മാസത്തിനുള്ളിൽ തന്നെ ഇവയെ ആക്രമിക്കുന്ന പരാന്നഭോജികളായ എൻകാർസിയ ഗൂഡാലോപ്പ എന്ന അഫെലിനിഡ് പാരസിറ്റോയിഡുകളുടെ ആക്രമണ തോത് 15% മുതൽ 87% വരെ കാണപ്പെടുകയും റൂഗോസ് വെള്ളീച്ചകളെ പ്രകൃതത്താൽ തന്നെ നിയന്ത്രണ വിധേയമാക്കുന്നതുമായാണ് കാണാൻ സാധിച്ചത്. ഇന്ന് പരാന്നഭോജിയെ കൃത്രിമമായി വളർത്തുന്നത് അത്ര വിജയകരമല്ലാത്തതിനാൽ റൂഗോസ് വെള്ളീച്ചകളുടെ ഫലപ്രദമായ നിയന്ത്രണത്തിന് എൻകാർസിയ പരാദങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള സമീപനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ തെങ്ങിലെ ശൽക്ക കീടങ്ങൾക്കെതിരെയും അവയുടെ അഫെലിനിഡ് പാരസെറ്റോയിഡുകളുടെ സംരക്ഷിച്ചുകൊണ്ടുള്ള രീതിയാണ് വിജയകരമാകുന്നതും ഇവയുടെ വ്യാപനം നന്നായി കുറയുന്നതിന് കാരണമായി തീർന്നതും. അപ്പേർട്ടോക്രൈസ പോലെയുള്ള ചില പൊതു ഇരപിടിയൻ പ്രാണികളും വ്യത്യസ്തങ്ങളായ ആമവണ്ടുകളും തെങ്ങിലെ വിദേശ വെള്ളീച്ചകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കാളികളാണ്. അതുപോലെ തന്നെ വിവിധങ്ങളായ ആമവണ്ടുകൾ തെങ്ങിലെ ശൽക്ക കീടങ്ങളെ ഫലപ്രദമായി നിയന്ത്രിച്ച് നിർത്തുന്നതിൽ സുപ്രധാന പങ്ക് വഹിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയെ നേരിടാൻ പരാന്നഭോജികളുടെ മറ്റ് എതിർപ്രാണികളും പര്യാപ്തമാവുക എന്നതും വളരെ നിർണായകമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശേഷിയുള്ള പരാന്നഭോജികൾ, എതിർപ്രാണികൾ എന്നിവയെ വികസിപ്പിച്ചെടുക്കുക എന്നതിനാവണം വരും കാലങ്ങളിൽ പ്രധാന ഊന്നൽ നൽകേണ്ടത്. കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കാതെയും എൻകാർസിയ പരാദങ്ങളെയും ഇരപിടിയൻ ക്രൈസോപിഡുകളെയും സംരക്ഷിച്ചുകൊണ്ടും കരിമ്പൂപ്പൽ കഴിക്കുന്ന ലിയോക്രീനി വണ്ടുകളെ നിലനിർത്തിക്കൊണ്ടുമുള്ള സംരക്ഷണ ജൈവ നിയന്ത്രണ സമീപനമാണ് വിദേശ വെള്ളീച്ചകളുടെ ഫലപ്രദമായ ജൈവ നിയന്ത്രണത്തിന് നിർണായകമായി കാണപ്പെട്ടിട്ടുള്ളത്. റൂഗോസ് വെള്ളീച്ചകളുടെ നിയന്ത്രണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഇത്തരം മിത്രകീടങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് തെങ്ങധിഷ്ഠിത കൃഷി സമ്പ്രദായത്തിൽ കീടനാശിനിയുടെ വിവേചനരഹിതമായ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. റൂഗോസ് വെള്ളീച്ചകളോടൊപ്പം തന്നെ എത്തിപ്പെട്ട പ്രകൃതിദത്ത എതിർ പ്രാണികളുടെ സാന്നിധ്യം മൂലം 4-5 മാസങ്ങൾക്കുള്ളിൽ തന്നെ വെള്ളീച്ചകളുടെ ആക്രമണ തീവ്രത നിർണായകമായ തോതിൽ കുറയുന്നതായാണ് കാണപ്പെടുന്നത്. വേനൽക്കാലത്ത് കുറഞ്ഞ മഴയും ഉയർന്ന താപനിലയും അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഈ പ്രവണതയാണ് സാധാരണമായി കാണപ്പെടുന്നത്. കൂടാതെ മൺസൂൺ ഘട്ടത്തിൽ കരിമ്പൂപ്പൽ തിന്നുന്ന ലിയോക്രീനി വണ്ടുകൾ തെങ്ങോലകളിൽ കാണപ്പെടുന്ന പൂപ്പൽ ഭക്ഷിക്കുകയും ഓലകളെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് അവയുടെ പ്രകാശ സംശ്ലേഷണ പ്രാപ്തിയെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ആഗോളതലത്തിൽ തന്നെ ലിയോക്രീനി വണ്ടുകളുടെ ബയോസ്കാവെഞ്ചിങ് സാധ്യതകൾ ആദ്യമായി കണ്ടെത്തിയ CPCRAയിലെ പഠനങ്ങളിലാണ്. ഈ സംരക്ഷണ ജൈവ നിയന്ത്രണ സമീപനത്തിലൂടെ 5 മുതൽ 6 മാസം കൊണ്ട് തന്നെ റൂഗോസ് വെള്ളീച്ചകളുടെ അംഗസംഖ്യ 80% കുറയുകയും പരാന്നഭോജികളുടെ തോത് 85% എത്തുകയും ചെയ്തു. കൊമ്പൻ ചെല്ലിക്കെതിരെ പ്രയോഗിക്കാവുന്ന ഫലപ്രദമായ ജൈവ നിയന്ത്രണ ഉപാധിയാണ് ഒറിക്ടസ് റൈനോസറസ് ന്യൂഡിവൈറസ്. ഇവയുടെ പ്രയോഗം ലക്ഷദ്വീപ്, ആൻഡമാനിലെ ബേ ദ്വീപുകൾ എന്നീ ദ്വീപ് ആവാസ വ്യവസ്ഥകളിൽ ഫലപ്രദമായി കാണപ്പെട്ടിട്ടുണ്ട്. വൈറസ് ബാധിതയുള്ള ചെല്ലികളെ ദ്വീപുകളിൽ തുറന്നു വിടുന്നതിലൂടെ പ്രസ്തുത ആവാസ വ്യവസ്ഥയിലുള്ള ചെല്ലികളിലേക്ക് രോഗം പകരുന്നു. ഹെക്ടർ 1-ന് ഏകദേശം 12ഓളം വൈറസ് ബാധിച്ച ചെല്ലികളെ തുറന്നു വിടുന്നത് ദ്വീപ് ആവാസ വ്യവസ്ഥകളിൽ ചെല്ലിയിൽ രോഗബാധ പരത്തുന്നതിനും അതിലൂടെ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ഗണ്യമായി കുറയ്ക്കുന്നതിനും പര്യാപ്തമാണ്. കൊമ്പൻ ചെല്ലിയുടെ മുട്ടയിട്ട് പുഴുക്കൾ വളരുവാൻ സാധ്യതയുള്ള ചാണകക്കുഴികളിലും കമ്പോസ്റ്റ് കുഴികളിലും മെറ്റാറൈസം മേജസ് എന്ന പച്ചക്കുമിൾ ഘനമീറ്ററിന് 5x1011 എന്ന തോതിൽ പ്രയോഗിക്കുന്നത് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം കുറയ്ക്കുന്നതിന് വളരെയധികം പ്രയോജനകരമാണ്. ഈ കുമിൾ പകുതി വേവിച്ച അരിയിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. മെറ്റാറൈസിയം കുമിളുകൾ വ്യാപകമായി ഉപയോഗിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 81%-ലധികം ചെല്ലി നിർമ്മാർജ്ജനം സാക്ഷാത്കരിക്കുവാനും തത്ഫലമായി 13%-ഓളം കൂടുതൽ വിളവ് ലഭിക്കുവാനും കാരണമായി. മണ്ടരിയിൽ രോഗമുണ്ടാക്കുന്ന ഹിർസുട്ടല്ല തോംസോണി എന്ന മിത്ര കുമിളുകൾ തെങ്ങൊന്നിന് 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ പ്രയോഗിക്കുന്ന തെങ്ങിലെ മണ്ടരിക്കെതിരെ ഫലവത്താണ്. സാധാരണയായി മണ്ണിൽ കാണപ്പെടുന്ന കീടങ്ങളെ ആക്രമിക്കുന്ന നിമാവിരകളുടെയും ബാക്ടീരിയയുടെയും ഒരു സങ്കീർണ ജോഡിയാണ് കീടരോഗജന്യ നിമാവിരകൾ. ഈ നിമാവിരകൾ സ്റ്റീനർ നെമാറ്റിഡെ, ഹെറ്ററോ ഹാബിറ്റിഡെ,
എന്നീ കുടുംബങ്ങളിൽ പെട്ടവയാണ്. സ്റ്റീനർ നെമാറ്റിഡെ സെനോർഹാബ്ഡസ് ബാക്ടീരിയകളും ഹെറ്ററോറാബിറ്റിഡെ ഫോട്ടോറാബ്ഡസ് ബാക്ടീരിയകളും കാണപ്പെടുന്നു. 24 മുതൽ 48 മണിക്കൂറുകൾക്കകം ആക്രമിക്കപ്പെടുന്ന കീടങ്ങളെ കൊല്ലുന്ന ഇവ പ്രകൃതിക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ യാതൊരുവിധ ദോഷവും ചെയ്യുന്നില്ല. ലബോറട്ടറി പഠനങ്ങളിൽ ഇവ ഒട്ടുമിക്ക കീടങ്ങളെയും ആക്രമിക്കപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ടെങ്കിലും മണ്ണിലും ചെടികളുടെ ഉള്ളിലും മറഞ്ഞ് വസിക്കുന്ന കീടങ്ങൾക്കെതിരെ ഇവ ഫലപ്രദമാണ്. ലായനിയായും പൊടി രൂപത്തിലും ലഭിക്കുന്ന ഇവ സാധാരണ സ്പ്രേയറുകൾ ഉപയോഗിച്ച് തളിക്കാവുന്നതാണ്. ഇവ ബാധിച്ച പുഴുക്കളായും ക്യാപ്സൂൾ രൂപത്തിലും പ്രയോഗിക്കാവുന്നതാണ്. തെങ്ങിനെയും മറ്റു വിളകളെയും ആക്രമിക്കുന്ന വേരുതീനി പുഴുകൾക്കെതിരെയും ചിതലിനെതിരെയും ഇവ ഫലവത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പൻ ചെല്ലിക്കെതിരെയുള്ള മുൻകരുതലുകൾ നടപടിയായി EPN ക്യാപ്സൂളുകൾ തെങ്ങൊന്നിന് 5 എണ്ണം എന്ന തോതിൽ പ്രയോഗിക്കുന്നത് ഫലവത്താണ്. ജൈവ വ്യവസ്ഥയുമായി സമന്വയിപ്പിച്ച് സുസ്ഥിര ഉൽപാദന സംവിധാനം ലക്ഷ്യമിട്ട് പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയെ കൃഷിയിടത്തിൽ പുനരാവിഷ്കരിക്കുവാനുള്ള പരിശ്രമമാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് അഥവാ പാരിസ്ഥിതിക എഞ്ചിനീയറിംഗിലൂടെ ലക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ നൂതന കാർഷിക സാങ്കേതിക വിദ്യകൾ പരിസ്ഥിതിയുമായി സമന്വയിപ്പിച്ച് ആവാസ വ്യവസ്ഥയെ സ്വയം രൂപാന്തരപ്പെടുത്തുന്നു. കൃത്രിമമായ ഉൽപാദന ഘടകങ്ങൾ ഗണ്യമായി കുറച്ചുകൊണ്ട് പ്രകൃതിദത്തമായ പാരിസ്ഥിതിക പ്രക്രിയകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗിന്റെ സവിശേഷത. തെങ്ങധിഷ്ഠിത വിള സമ്പ്രദായത്തിൽ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ ഒരു പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് മാതൃക കായംകുളത്തുള്ള കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 2012 ഓഗസ്റ്റിൽ 7.5 x 7.5 മീറ്റർ അകലത്തിലുള്ള 39 കൽപ്പസങ്കര തെങ്ങിൻ തൈകൾ നട്ടു പിടിപ്പിച്ചു. തെക്കൻ കേരളത്തിൽ കാറ്റുവീഴ്ച രോഗം ബാധിച്ച പ്രദേശങ്ങൾക്കായി ശുപാർശ ചെയ്യുന്ന കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തിറക്കിയ ആദ്യത്തെ കാറ്റുവീഴ്ചയെ പ്രതിരോധിക്കുന്ന സങ്കര ഇനമാണ് കൽപ്പസങ്കര. അധികം സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത വിളയായ ജാതി 4 തെങ്ങുകളുടെ മധ്യത്തിൽ ഒരു ജാതിച്ചെടി എന്ന രീതിയിൽ നട്ടുപിടിപ്പിച്ചു. ഇതിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങൾ മണ്ണിനെ കൂടുതൽ ജൈവസമ്പുഷ്ടമാക്കുന്നു. അതിരുകളിൽ റംബൂട്ടാൻ മരങ്ങളെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും വൈവിധ്യം പകരുന്നതിനുമായി 9 വ്യത്യസ്ത വാഴകൾ ഉൾപ്പെടുത്തി വാഴക്കുലകളുടെ വിളവിനു പുറമെ വാഴയിലൂടെ ഫലപ്രദമായി പുനരുപയോഗത്തിനായി ജൈവ വസ്തുക്കളും തേനീച്ചകൾക്ക് പൂന്തേനും ഉൽപ്പാദിപ്പിച്ചു. കൂടാതെ സീതപ്പഴം, പപ്പായ, പ്ലാവ്, മാവ്, മരച്ചീനി, മഞ്ഞൾ എന്നിവയും ഈ തോട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചെറിയ ഏലം, ചുവന്ന പയർ തുടങ്ങി വൈവിധ്യമാർന്ന ഹർസകാല വിളകളും സൂര്യപ്രകാശം ലഭ്യമായ ഇടങ്ങളിൽ പച്ചക്കറികളും നട്ടുപിടിപ്പിച്ചു. വള്ളിച്ചെടികൾ, തേനീച്ച കോളനി, ചെറു തേനീച്ച കോളനി, പക്ഷിക്കൂട്, മൂങ്ങാക്കൂടുകൾ എന്നിവയും ജൈവ വൈവിധ്യത്തിന്റെ ഭാഗമായി തോട്ടത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. തെങ്ങിൽ തലപ്പ് മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ സംവിധാനം ചെയ്തിരിക്കുന്ന പ്രസ്തുത തോട്ടത്തിൽ തെങ്ങുകളുടെ ഓലകൾ പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിലും ഇടസ്ഥലങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടും എല്ലാ വിളകൾക്കും ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലുമാണ് വിളകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ തോട്ടത്തിൽ തെങ്ങിലെ പ്രധാന കീടങ്ങളായ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി, മണ്ടരി, വിദേശ വെള്ളീച്ചകൾ എന്നിവയുടെ ആക്രമണ തീവ്രത താരതമ്യേന കുറവായിട്ടാണ് കാണപ്പെട്ടത്. പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് പ്ലോട്ടിൽ വ്യത്യസ്തമായ ഇടവിളകളുടെ സാന്നിധ്യം മൂലം തെങ്ങിൽ നിന്നും പുറപ്പെടുന്ന ഗന്ധം അടുത്തുള്ള ഇടവിളകളിൽ നിന്നുമുള്ളവയുമായ കൂടിക്കലർന്ന തെങ്ങിലേക്കുള്ള കീടങ്ങളുടെ ആകർഷണം കുറയ്ക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും രാസവളങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമീകൃത വളപ്രയോഗവും ജലസേചനവും മൂലം പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് പ്ലോട്ടിൽ തെങ്ങുകൾ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ കായ്ഫലം നൽകുന്നു. ഇതോടൊപ്പം തന്നെ രാസകീടനാശിനികളുടെ ആവശ്യത്തിനനുസരണമുള്ള ഉപയോഗവും ആവശ്യമാണ്. തൈകൾ നട്ട് 18 മുതൽ 24 മാസങ്ങൾക്കുള്ളിൽ തന്നെ 85% കൽപ്പസങ്കര തെങ്ങിനങ്ങളും പുഷ്പിച്ചു തുടങ്ങിയിരുന്നു. കൂടാതെ വളരെ ഉയർന്ന ഉൽപാദനക്ഷമതയും പരിസ്ഥിതി എഞ്ചിനീയറിംഗ് പരീക്ഷണത്തിൽ കണ്ടെത്തി. പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് ഗാർഡനിൽ തെങ്ങൊന്നിന് പരമാവധി 198 തെങ്ങുകൾ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. പരാത കീടങ്ങളും എതിർ പ്രാണികളുമായ മിത്ര കീടങ്ങളുടെ എണ്ണം ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് തോട്ടത്തിൽ 53% കൂടുതലായിട്ടാണ് കാണപ്പെട്ടത്. പ്രകൃതിയിലെ എതിർ പ്രാണികളുടെ ആധിക്യം കീടങ്ങൾക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കുവാൻ തെങ്ങിനെ സജ്ജമാക്കുന്നു.
ഈ കൃഷി സമ്പ്രദായത്തിന് മികച്ച വിളവ് നൽകുവാൻ സുസ്ഥിരതയ്ക്കായി മെച്ചപ്പെടുത്തിയ പാരിസ്ഥിതിക സേവനങ്ങൾ നിർവഹിക്കുവാനും കഴിയും. ആക്രമണം ഉണ്ടായാൽ ഉടനെ തന്നെ ചെല്ലികളെ കുത്തിയെടുത്ത് നശിപ്പിക്കുകയും തെങ്ങിൻ തലപ്പിൽ നാമ്പോല ഭാഗത്തിന് ചുറ്റുമായി നൈലോൺ വലകൾ കെട്ടുകയും ചെയ്യുന്നതിലൂടെ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം 72% കുറയ്ക്കുവാൻ സാധിക്കും. മൺസൂൺ സമയത്തും വേനൽക്കാലത്ത് തോട്ടം ഉഴുന്ന സന്ദർഭത്തിലും മണ്ണിലുള്ള വണ്ടുകളെയും പുഴുക്കളെയും ശേഖരിച്ച് നശിപ്പിക്കുന്നത് വേരുതീനി പുഴുക്കളെ നിയന്ത്രിക്കുന്നതിൽ നിർണായകമാണ്. തെങ്ങിൻ തടിക്ക് ചുറ്റുമായി ചുവട് ഭാഗത്തു നിന്നും 1 മീറ്റർ ഉയരത്തിൽ ടിൻ അല്ലെങ്കിൽ പോളിത്തീൻ ഷീറ്റുകൾ കെട്ടുന്നതിലൂടെ എലികൾ തെങ്ങിൽ കയറുന്നത് തടയാൻ സാധിക്കും. കൊമ്പൻ ചെല്ലിക്കെതിരെ പ്രയോഗിക്കാവുന്ന കേക്ക് രൂപത്തിലും പേസ്റ്റ് പരുവത്തിലുമുള്ള 2 ബൊട്ടാനിക്കൽ ഉൽപ്പന്നങ്ങൾ CPCRI വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കേക്ക് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള ഓലയ്ക്ക വിളവുകളിൽ ഇട്ട് കൊടുക്കാവുന്നതും പേസ്റ്റ് നാമ്പോലയ്ക്ക് ചുറ്റുമുള്ള പ്രദേശത്തെ ചെല്ലി കുത്താൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ പുരട്ടാവുന്നതുമാണ്. 2 ഉൽപ്പന്നങ്ങളും തൈ തെങ്ങുകളിൽ നിന്നും കൊമ്പൻ ചെല്ലിയെ അകറ്റി നിർത്താൻ സഹായകരമാണ്. പരിസ്ഥിതി സൗഹൃദമായ കൃഷിരീതികളും ജൈവിക നിയന്ത്രണോപാധികളും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാളികേര ഉൽപാദന ശേഷി സുസ്ഥിരമായി നിലനിർത്തുക. വിദേശ കീടങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തി കർഷകരിൽ അവബോധം വളർത്തി നിരന്തരം നിരീക്ഷണത്തിലൂടെയും ക്വാറന്റൈൻ ശക്തിപ്പെടുത്തുന്നതിലൂടെയും അവ നമ്മുടെ നാട്ടിലെത്തുന്നത് തടയണം. എതിർ പ്രാണികളെയും മിത്രകീടങ്ങളെയും സംരക്ഷിക്കുകയും ഇവ ഫലപ്രദമായി പരിസ്ഥിതി സൗഹൃദ കീടനിയന്ത്രണ മാർഗങ്ങളായി ഉപയോഗിക്കപ്പെടുകയും ചെയ്യണം. പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ കാലാവസ്ഥ വ്യതിയാനത്തെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയും. ഇതിലൂടെ ഉയർന്ന ഉൽപാദനത്തോടൊപ്പം കീടനിയന്ത്രണവും സാധ്യമാകുന്നതിനാൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്നതിൽ സംശയമില്ല. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്ത വിഷയം തെങ്ങിൻ തോപ്പിൽ നിന്നും ലാഭം കൊയ്യാൻ പറ്റുന്ന മറ്റൊരു ഇടവിളയായ മാംഗോസ്റ്റീനെ പറ്റി ചർച്ച ചെയ്യാം. തെങ്ങിൻ തോപ്പിൽ ഇടവിളകൾ കൃഷി ചെയ്യുന്ന രീതി പണ്ടുകാലം മുതലേ നാം സ്വീകരിച്ചു വരുന്നു. ഹ്രസ്വകാല വിളകളും ദീർഘകാല വിളകളും ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ വിപണിക്കും കാലാവസ്ഥയ്ക്കും യോജിച്ച വിളകൾ തിരഞ്ഞെടുക്കുന്നതിനോ അവ മുഖ്യവിളയായി തെങ്ങിനെ പ്രതികൂലമായി ബാധിക്കാത്ത വിധം കൃഷി ചെയ്യുന്നതിനോ അധികമാരും ശ്രദ്ധിക്കാറില്ല. അതിനാൽ ഇടവിളകളിൽ നിന്നുള്ള ആദായം പലപ്പോഴും തീരെ കുറവായിരിക്കും. ഇടവിളകൾ കൃഷി ചെയ്യുമ്പോൾ ഓരോ വിളകളുടെ വിപണന സാധ്യത, പരിചരണ മുറകൾ, അവലംബിക്കുന്നത് വേണ്ട ചെലവ്, അധിക വരുമാനത്തോത് തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. എങ്കിൽ മാത്രമേ തെങ്ങിൻ തോപ്പിൽ നിന്നുള്ള വരുമാനം പരമാവധി വർദ്ധിപ്പിക്കുവാനാവൂ. തെങ്ങ് സാധാരണ 25 അടി അകലത്തിലാണ് നടാൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. തെങ്ങ് വളരുമ്പോൾ ഓലകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ധാരാളം സൂര്യപ്രകാശം ലഭിക്കാൻ വേണ്ടിയാണ് ഇത്ര അകലത്തിൽ നടുന്നത്. എന്നാൽ ഇപ്രകാരം നടുമ്പോൾ പ്രായപൂർത്തിയായ വേരിന്റെ സജീവ വേരുപടലം തെങ്ങിന് ചുറ്റും 2 മീറ്റർ വരെ ദൂരത്തിലും 1.5 മീറ്റർ താഴ്ചയിലുമാണ് വളരുക. അതായത് മൊത്തം സ്ഥലത്തിന്റെ 25% മാത്രമേ തെങ്ങിന് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 75% സ്ഥലത്തെ മണ്ണ് തെങ്ങ് ഒറ്റ വിളയായി കൃഷി ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വെറുതെ ഇടുകയാണ്. ഈ മണ്ണിൽ അനുയോജ്യമായ ഇടവിളകൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാം. തെങ്ങിന്റെ പ്രായമനുസരിച്ച് തെങ്ങിൻ തോട്ടത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിന്റെ തോത് കൂടി കണക്കിലെടുത്ത് ഇടവിളകൾ തിരഞ്ഞെടുക്കാം. തേങ്ങയ്ക്ക് വിലയിടിവ് നേരിടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ തെങ്ങ് മുഖ്യവിളയായി നിലനിർത്തി ഇടവിള കൃഷിയിലൂടെ അധിക വരുമാനം നേടുക. ഇതുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള പോംവഴി ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പല കർഷകരും തെങ്ങിന്റെ ഭാഗികമായ തണലിൽ വളരാൻ ഇഷ്ടപ്പെടുന്നതും അധിക വരുമാനം തരുന്നതുമായ വിളകൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാൻ താല്പര്യം കാണിച്ചു വരുന്നു. കുറഞ്ഞ ചെലവിൽ കൂടുതൽ വരുമാനം തരുന്നതും എളുപ്പത്തിൽ വിറ്റഴിക്കാൻ കഴിയുന്നതുമായ ഇടവിളയ്ക്കാണ് മുൻതൂക്കം നൽകേണ്ടത്. തെങ്ങിൻ തോപ്പിലെ ഭാഗിക തണലിൽ വളരാൻ ഇഷ്ടപ്പെടുന്നതും കൂടുതൽ വരുമാനം തരുന്നതുമായ ഒരു പഴവർഗ വിളയാണ് പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന മാംഗോസ്റ്റീൻ മരങ്ങൾ. ആഗോളതലത്തിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന ഈ ഫലവൃക്ഷം ഇന്തോനേഷ്യൻ സ്വദേശിയാണ്. തെങ്ങിനെ പോലെ 100 വയസ്സിൽ കൂടുതൽ ആയുസ്സുള്ളതും വിളവെടുക്കാൻ 8 വർഷം വരെ കാത്തിരിക്കേണ്ടതുമായ ഒരു ദീർഘകാല വിളയാണിത്. തെങ്ങിൻ തോപ്പിൽ നിന്നും ലാഭം കൊയ്യാൻ പറ്റിയ വിളയായി ഈ ഫലവൃക്ഷം മാറിക്കഴിഞ്ഞു. തേങ്ങയ്ക്ക് കടുത്ത വിലയിടിവ് നേരിടുന്ന സമയത്ത് മാംഗോസ്റ്റീൻ സീസണിൽ ഈ മരത്തിൽ നിന്നുള്ള അധിക വരുമാനം
ആശ്രയമായ കേര കർഷകരുടെ അനുഭവം നമുക്ക് മാർഗദർശിയാകുന്നു. പാരമ്പര്യമായി റബ്ബർ കൃഷി ചെയ്തിരുന്ന 13 ഏക്കർ സ്ഥലത്ത് അധ്വാനത്തിനും ചെലവിനും ആനുപാതികമായ വരുമാനം ലഭിക്കാത്തതുകൊണ്ടാണ് തെങ്ങ് മുഖ്യവിളയായി മാംഗോസ്റ്റീൻ വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ 3 കർഷക സഹോദരങ്ങൾ. 7 വർഷം മുമ്പ് റബ്ബർ മാറ്റി തെങ്ങ് നടുമ്പോൾ ഇടവിളയായി മാംഗോസ്റ്റീൻ നട്ടു വളർത്താൻ ഇവർ ലക്ഷ്യമിട്ടിരുന്നു. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി സ്വദേശികളായ ശ്രീ മാത്യു പുതുമന, ശ്രീ എബ്രഹാം പുതുമന, ശ്രീ ജോസഫ് പുതുമന എന്നിവരാണ് ഈ 3 സഹോദരങ്ങൾ. പാരമ്പര്യമായ കർഷക കുടുംബത്തിലെ ഈ സഹോദരങ്ങൾ 7 വർഷം മുമ്പാണ് തെങ്ങു നടാമെന്ന് തീരുമാനിച്ചത്. കുറഞ്ഞ ഉൽപാദന ചെലവും കൂടുതൽ വരുമാനവും തരുന്ന വിള എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ഞിരപ്പള്ളിയുടെ വഞ്ചിമലയിൽ പൂർവികർ പകർന്നു നൽകിയ 13 ഏക്കർ സ്ഥലത്ത് പ്രധാന വിളയായി മാംഗോസ്റ്റീൻ നട്ടു വളർത്താൻ ഇവർ തിരഞ്ഞെടുത്തത്. കൂടാതെ അവരുടെ തോട്ടത്തിൽ മുമ്പുണ്ടായിരുന്ന 20 വർഷം പ്രായമായ 20ഓളം കായ്ക്കുന്ന മരങ്ങളിൽ നിന്നും ലഭിച്ചിരുന്ന വരുമാനം ആശ്വാസമേകി. കഴിഞ്ഞ മാംഗോസ്റ്റീൻ സീസണിൽ ഈ മരത്തിൽ നിന്ന് 1,85,000 രൂപയുടെ മാംഗോസ്റ്റീൻ പഴങ്ങൾ വിൽക്കുകയുണ്ടായി. ശരാശരി 1 കിലോയ്ക്ക് 130 രൂപ നിരക്കിൽ വില ലഭിക്കുകയുണ്ടായി. വിളവെടുപ്പ് കൂടി കച്ചവടക്കാർ തന്നെ വഹിക്കുന്നതും വിപണനത്തിനായി കച്ചവടക്കാരെ തേടി പോകേണ്ട എന്നതും ഈ വിളയുടെ പ്രത്യേകതയാണ്. തെങ്ങ് വളരുമ്പോൾ 4 തെങ്ങുകൾക്കിടയിൽ ഒരു മാംഗോസ്റ്റീൻ എന്ന രീതിയിൽ നടാനായി കൂടിയ അകലത്തിലാണ് 7 വർഷം മുമ്പ് 13 ഏക്കറിൽ തെങ്ങ് നട്ടത്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ കേരശങ്കര, ചന്ദ്രകൽപ്പ തുടങ്ങിയ മുന്തിയ ഇനം 800ഓളം തെങ്ങുകളുണ്ട്. അതിൽ 200ഓളം തെങ്ങുകൾ ഇപ്പോൾ കായ്ച്ച് വിളവ് നൽകുന്നുണ്ട്. തേങ്ങയുടെ വിലയിടിവ് കാരണം കരിക്കായിട്ടാണ് ഇപ്പോൾ ഇവർ വിളവെടുക്കുന്നത്. 40 ദിവസം കൂടുമ്പോൾ ഏകദേശം 1600 മുതൽ 1700 കരിക്ക് ഈ തോട്ടത്തിൽ നിന്ന് വിളവെടുത്തു പോകുന്നു. ഒരു കരിക്കിന് 20 രൂപ നിരക്കിൽ വില ലഭിക്കുന്നുണ്ട്. കച്ചവടക്കാർ തോട്ടത്തിൽ നിന്നും വെട്ടിക്കൊണ്ടു പോയിക്കോളും എന്നതും നേട്ടമാണ്. ഇപ്പോൾ 800ഓളം മാംഗോസ്റ്റീൻ മരങ്ങൾ തെങ്ങിൻ തോട്ടത്തിൽ നട്ടിട്ടുണ്ട്. തെങ്ങുകൾ നട്ടപ്പോൾ തന്നെ 4 വർഷം പ്രായമായ മാംഗോസ്റ്റീൻ തൈകൾ ബുക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് കാലതാമസമില്ലാതെ മാംഗോസ്റ്റീൻ തൈകൾ നടാൻ കഴിഞ്ഞു. പ്രായം കുറഞ്ഞ ചെറിയ തൈകൾ നട്ടാൽ മാംഗോസ്റ്റീന്റെ പുതിയ വേരുകൾ മണ്ണിലേക്കിറങ്ങി വേരുപടലം വികസിച്ചു വരാൻ കൂടുതൽ സമയമെടുക്കുന്നു. അതിനാൽ തൈകൾ നശിച്ചു പോകാതിരിക്കാൻ കൂടുതൽ പരിചരണം ആവശ്യമായതുകൊണ്ടാണ് 4 വർഷം പ്രായമായ തൈകൾ തിരഞ്ഞെടുത്തത്. ഈ തൈകൾ ഇനി ഒരു 4 വർഷം കൂടി കഴിയുമ്പോൾ കായ്ക്കാൻ തുടങ്ങും. വിളവെടുപ്പിനുള്ള കാത്തിരിപ്പ് കുറയ്ക്കാനും പ്രായം കൂടിയ തൈകൾ നടാനും ഉത്തമമാണ്. ഇന്ന് പല സ്വകാര്യ നഴ്സറികളിലും പല പ്രായത്തിലുള്ള തൈകൾ ലഭ്യമാണ്. നല്ല കരുത്തുറ്റ 3 മുതൽ 4 വർഷം പ്രായമായ തൈകൾ 2 മുതൽ 3 തട്ട് വളർച്ചയുള്ള തൈകളാണ്. ഇവ നടാൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലതെന്നാണ് കർഷകരുടെ അനുഭവം. നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം മാംഗോസ്റ്റീൻ തൈ നടാൻ. ഭൂമിയിലേക്ക് വേരിറങ്ങാൻ സമയമെടുക്കുന്ന വിളയാണ്. അതുകൊണ്ട് 2.5 അടി നീളം, വീതി, ആഴം, വലിപ്പത്തിൽ കുഴികളെടുത്ത് കുഴിയുടെ 1/4 ഭാഗം ഇളക്കിയ മേൽമണ്ണും ചാണകപ്പൊടിയും കൊണ്ട് നിറച്ചതിനു ശേഷം വേണം തൈ നടാൻ. ഏകദേശം 3 അടി ഉയരമുള്ള 3 മുതൽ 4 വർഷം വരെ പ്രായമുള്ള കരുത്തോടെ വളരുന്ന തൈകൾ വേണം നടാൻ. നട്ടു കഴിഞ്ഞ് ബലമുള്ള കമ്പു നാട്ടി താങ്ങു കൊടുക്കണം. വിത്ത് മുളപ്പിച്ച തൈകളാണ് ഗ്രാഫ്റ്റ് തൈകളേക്കാൾ നല്ലത്. വേനൽക്കാലത്ത് നന ആവശ്യമായ വിളയാണിത്. അതിനാൽ ജലസേചന സൗകര്യമുള്ള തെങ്ങിൻ തോട്ടങ്ങളിൽ വേണം മാംഗോസ്റ്റീൻ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ. തെങ്ങിനെ പോലെ തന്നെ ജൈവവിള പ്രയോഗത്തിലാണ് മാംഗോസ്റ്റീൻ കൃഷിക്ക് മുൻതൂക്കം നൽകേണ്ടത്. ചാണകം, കടലപ്പിണ്ണാക്ക്, എല്ലുപൊടി, ആട്ടിൻ കാഷ്ടം, വേപ്പിൻ പിണ്ണാക്ക്, മണ്ണിര കമ്പോസ്റ്റ് എന്നിവ ജൈവവളമായി ചേർത്ത് കൊടുക്കണം. കൂടാതെ തോട്ടത്തിൽ നിന്നുള്ള ജൈവ അവശിഷ്ടങ്ങളും ജൈവവളമായി ഉപയോഗിക്കാം. ചുരുക്കത്തിൽ തെങ്ങിൻ തോട്ടത്തിൽ നിന്ന് വരുമാനമില്ലാത്ത ഒരവസരവും ഉണ്ടാവില്ല എന്നാണ് തെങ്ങ് മുഖ്യ വിളയായുള്ള മാംഗോസ്റ്റീൻ കൃഷി എന്നാൽ ഈ കർഷക സഹോദരങ്ങളുടെ അഭിപ്രായം. ഭാവിയിൽ തെങ്ങിൽ നിന്നുള്ള വരുമാനം തോട്ടം പരിചരിക്കുന്നതിനും മാംഗോസ്റ്റീൻ നിന്നുള്ള വരുമാനം ലാഭമായും എടുക്കാൻ കഴിയുന്നത് ഈ കർഷകർക്ക് നല്ലതാണ് എന്നാണ് ഈ കർഷക സഹോദരങ്ങളുടെ അഭിപ്രായം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് SCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. നമോ ഡ്രോൺ ദീദി പദ്ധതി ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, മിനിസ്ട്രി ഓഫ് ഫെർട്ടിലൈസർ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സർക്കാർ വകുപ്പുകൾ സഹകരിച്ച് രൂപകൽപ്പന ചെയ്ത ഒരു കേന്ദ്രമേഖലാ പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി. നാനോ വളങ്ങളുടെയും
കീടനാശിനികളുടെയും കൃത്യമായ സ്പ്രേ ചെയ്യുന്നതിനായി കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ പങ്കാളിത്തത്തിനും മുഖ്യധാര കൃഷിയിൽ അവരുടെ സുസ്ഥിരമായ പങ്കാളിത്തത്തിന് ഊന്നൽ നൽകാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. പദ്ധതികളുടെ പ്രധാന ഹൈലൈറ്റുകൾ ഇവയാണ്: ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ, ഗ്രാമവികസന വകുപ്പ്, രാസവള വകുപ്പ്, NRLM, ലീഡ് ഫെർട്ടിലൈസർ കമ്പനികൾ എന്നിവയുടെ കീഴിൽ പ്രമോട്ട് ചെയ്യപ്പെടുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ വിഭവങ്ങളും പരിശ്രമങ്ങളും സംയോജിപ്പിച്ച് സമഗ്രമായ ഇടപെടലുകൾ പദ്ധതി നിർദ്ദേശിക്കുന്നു. കാർഷിക സേവനങ്ങൾ നൽകുന്നതിന് NRLM-ന് കീഴിൽ ഗ്രാമപ്രദേശങ്ങളിലെ ഏരിയ അല്ലെങ്കിൽ ക്ലസ്റ്റർ SHG ഗ്രൂപ്പുകൾ എന്നിവയുടെ ശരിയായ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചാണ് പദ്ധതിയുടെ നടത്തിപ്പ്. അങ്ങനെ ഡ്രോൺ സേവനങ്ങൾക്കായുള്ള അവരുടെ ഭാഗത്തെ കർഷകരിൽ നിന്നുള്ള ആവശ്യമനുസരിച്ച് പ്രദേശം അല്ലെങ്കിൽ ക്ലസ്റ്റർ തിരഞ്ഞെടുക്കുന്നതിനായി വിലയിരുത്തപ്പെടും. അത് സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറും. സംസ്ഥാന കൃഷി വകുപ്പ്, സംസ്ഥാന മിഷൻ ഡയറക്ടറേറ്റ് ഓഫ് NRLM, LFC, ICAR പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന സംസ്ഥാന തലത്തിലുള്ള കമ്മിറ്റി ഡ്രോണുകൾ നൽകുന്നതിനായുള്ള തിരിച്ചറിഞ്ഞ ക്ലസ്റ്ററുകളിലെ സംസ്ഥാനങ്ങളിലെ NRLM പ്രകാരമുള്ള പുരോഗമന വനിതാ സ്വയം സഹായ സംഘങ്ങളെ തിരഞ്ഞെടുക്കും. ഡ്രോൺ പൈലറ്റിന് വനിതാ SHG അംഗങ്ങളെ തിരഞ്ഞെടുക്കൽ, ഡ്രോൺ അസിസ്റ്റന്റ് പരിശീലനം എന്നിവ സമിതിയുടെ ഉത്തരവാദിത്തമാണ്. ജില്ല തിരിച്ചുള്ള ഡ്രോൺ ഉപയോഗം, ലഭ്യത, നിലവിലുള്ള വിടവ് എന്നിവയുടെ വിലയിരുത്തൽ, ഭാവി ആവശ്യകതകൾ തിരിച്ചറിയൽ, തിരഞ്ഞെടുത്ത വനിതാ SHGക്ക് LFC കീടനാശിനി കമ്പനികളുമായി ഏകോപിപ്പിച്ച് ബിസിനസ് നൽകൽ ഉറപ്പാക്കൽ എന്നിവയാണ് മറ്റു സവിശേഷതകൾ. യോഗ്യരായ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളിൽ നിന്നും ഒരാളെ 15 ദിവസത്തെ പരിശീലനത്തിനായി തിരഞ്ഞെടുക്കും. അതിൽ 5 ദിവസത്തെ നിർബന്ധിത ഡ്രോൺ പൈലറ്റ് പരിശീലനവും കാർഷിക ആവശ്യത്തിനായും കീടനാശിനി പ്രയോഗത്തിനും വേണ്ടി അധിക 10 ദിവസത്തെ പരിശീലനവും ഉൾപ്പെടുന്നു. NRLM-ന് കീഴിൽ SHGയിലെ മറ്റ് അംഗങ്ങൾക്ക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ഫിറ്റിംഗ്, മെക്കാനിക്കൽ ജോലികൾ എന്നിവ ഏറ്റെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഡ്രോൺ സഹായിയായി പരിശീലനം നൽകും. തിരിച്ചറിഞ്ഞ സ്വയം സഹായ സംഘങ്ങൾക്ക് NRLM പ്രകാരം ഡ്രോണുകൾ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായവും വായ്പയും നൽകും. NRLM-ന് കീഴിൽ SHGകൾ ഡ്രോണുകൾ വാങ്ങുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും ഡ്രോണുകളുടെ പരിപാലനത്തിനും ഡ്രോൺ കമ്പനികൾ മുഖേന നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് LFCകൾ ഡ്രോൺ നിർമ്മാണ കമ്പനികൾക്കും SHGക്കും ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കും. ബന്ധപ്പെട്ട SHGകളുടെ ക്ലസ്റ്റർ ലെവൽ ഫെഡറേഷനുമായുള്ള മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വഴി LFCകൾ ഡ്രോണുകൾ വാങ്ങുകയും SHGകൾക്ക് ഡ്രോണുകളുടെ ഉടമസ്ഥാവകാശം നൽകുകയും ചെയ്യും. അവയുടെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സ്വയം സഹായ സംഘങ്ങളുമൊത്തുള്ള ഡ്രോണുകൾ, നാനോ വളങ്ങളുടെ ഉപയോഗം LFCകൾ പ്രോത്സാഹിപ്പിക്കും. നാനോ വളത്തിനും കീടനാശിനി പ്രയോഗത്തിനുമായി കർഷകർക്ക് ഡ്രോൺ സേവനങ്ങൾ SHGകൾ വാടകയ്ക്ക് നൽകുകയും SHGകൾക്ക് അധിക വരുമാനം നേടുകയും ചെയ്യും. നമോ ഡ്രോൺ ദീദിയുടെ പ്രധാന സവിശേഷതകൾ ഇവയാണ്. ഡ്രോൺ വാങ്ങുന്നതിന് NRLM SHGകൾക്ക് സബ്സിഡി നൽകുന്നു. ഡ്രോൺ വിലയുടെ 80% സബ്സിഡിയായി 8 ലക്ഷം രൂപയും നൽകുന്നു. ഡ്രോണിന്റെ ബാക്കി ചിലവിന് AIF-ൽ നിന്ന് വായ്പാ സൗകര്യം, അതുപോലെ 3% പലിശ നിരക്കിൽ ഈസി ലോണും നൽകുന്നതാണ്. ഡ്രോൺ പാക്കേജിന്റെ ഭാഗമായി ഡ്രോൺ പൈലറ്റ് പരിശീലനവും ഡ്രോൺ വഴി അധികമായി വരുമാനം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് കർഷകർക്ക് ഡ്രോൺ സേവനം നൽകാവുന്നതാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് FACT ഉദ്യോഗമണ്ഡൽ എറണാകുളം. അടുത്തതായി FACTയിൽ നിന്ന് കർഷകർക്ക് ലഭിക്കുന്ന രാസവളങ്ങളും അതുപോലെ ജൈവവളങ്ങളെയും പറ്റി പരിചയപ്പെടാം. ഭാരത് NPK 20-20-013 ഫാക്ടംഫോസ് സ്വന്തം ഉൽപ്പന്നമായ ഫാക്ടംഫോസ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ ഫാക്ടിൽ നിന്ന് ഭാരത് NPK 20-20-013 ആയി ലഭിക്കുന്നതാണ്. 5 പതിറ്റാണ്ടിലേറെയായി അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ അമ്പലമേട് ഉദ്യോഗമണ്ഡലിൽ വളം നിർമ്മാണശാലയിൽ നിന്ന് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. 60% അമോണിയം സൾഫേറ്റിന്റെയും 40% അമോണിയം ഫോസ്ഫേറ്റിന്റെയും രാസ സംയോജനമായ ഈ ഉൽപ്പന്നം സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ, ഫോസ്ഫറസ് എന്നീ 2 പ്രധാന പോഷകങ്ങൾ
20% വീതം നൽകുന്നു. കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നിർണായക മൂലകമായ സൾഫറും 13% വീതം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഗുണനിലവാരവും വിളവ് മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാകുന്നു. നൈട്രജനും ഫോസ്ഫറസും രാസപരമായി കലർന്നതിനാൽ സമീകൃത പോഷണവും ഉപയോഗക്ഷമതയും വർദ്ധിക്കും. ഉൽപ്പന്നത്തിൽ ലഭ്യമാകുന്ന നൈട്രജൻ മൂലകം അമോണിയക്കൽ രൂപത്തിനായതിനാൽ ബാഷ്പീകരണം വഴി ഉണ്ടാകുന്ന പോഷകനഷ്ടം കുറയ്ക്കുകയും ഫോസ്ഫറസ് മൂലകം വെള്ളത്തിൽ ലയിക്കുന്നതിനാൽ വേരുകൾക്ക് പോഷകങ്ങൾ എളുപ്പത്തിൽ ആഗീകരണം ചെയ്യുവാനും സാധിക്കുന്നു. ഫാക്ടംഫോസ് അടിവളമായും മേൽവളമായും ഉപയോഗിക്കാം. ഭാരത് NPK 20.5-0023. ഫാക്ട് അമോണിയം സൾഫേറ്റ് ഇപ്പോൾ അതേ ഇരട്ട ആന ബ്രാൻഡ് ചിഹ്നത്തിൽ FACTയിൽ നിന്ന് ഭാരത് NPK 20.5-0023 എന്ന പേരിൽ ലഭ്യമാണ്. 6 പതിറ്റാണ്ടിലേറെയായി FACTയുടെ അതേ ഗുണമേന്മയിൽ കൊച്ചിയിലെ ഉദ്യോഗമണ്ഡലിൽ നിന്നാണ് ഈ ഉൽപ്പന്നം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉൽപ്പന്നത്തിൽ 20.5% നൈട്രജനും 23% സൾഫറും അടങ്ങിയിരിക്കുന്നു. നൈട്രജനും സൾഫറും ചേർന്ന രാസമിശ്രിതമായ ഈ ഉൽപ്പന്നം ചെടികൾക്ക് ലഭിക്കുന്ന പോഷകങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വളത്തിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ മൂലകം വിളകളുടെ വിളവും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. കൂടാതെ സൾഫർ കീടങ്ങളെയും രോഗങ്ങളെയും വിളകളെ ബാധിക്കാതെ പ്രതിരോധിക്കുന്നു. നെല്ല്, വാഴ, കരിമ്പ്, പച്ചക്കറികൾ, കാപ്പി, തേയില, കുരുമുളക് തുടങ്ങിയ തോട്ടവിളകൾക്ക് അനുയോജ്യമായ വളമാണ് ഈ ഉൽപ്പന്നം. ഭാരത് NPK 20.5-0023 വസ്തുതയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അമോണിയക്കൽ രൂപത്തിനായതിനാൽ മണ്ണിൽ നിന്ന് ഒലിച്ചു പോകാതെയും ബാഷ്പീകരണം കുറയ്ക്കുകയും ചെയ്യുന്നു. അമോണിയം സൾഫേറ്റ് ഈർപ്പം ആഗീകരണം ചെയ്യുന്നില്ല, ആയതിനാൽ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നില്ല. ഭാരത് NPK 15-15-15. FACT NPK 15-15-15 എന്ന അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നീ 3 പ്രധാന പോഷകങ്ങൾ 15% വീതം തുല്യ അളവിൽ അടങ്ങിയിരിക്കുന്നു. NPK 15-15-15ന്റെ പ്രയോഗം മൂലം വിളകളുടെ വളർച്ച, വേര് വികസനം, മെച്ചപ്പെട്ട വിളവ് എന്നിവ വർദ്ധിപ്പിക്കുന്നു. നൈട്രജൻ വിളകളുടെ വളർച്ചയ്ക്കും ഫോസ്ഫറസ് വേരുകളുടെ വികസനം വർദ്ധിപ്പിക്കുവാനും പൊട്ടാസ്യം രോഗപ്രതിരോധത്തിനും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കൂടാതെ 3 പോഷകങ്ങളും മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വിളവ് ഉറപ്പിക്കുന്നതിനും പ്രധാന പങ്ക് വഹിക്കുന്നു. ഈ വളങ്ങൾ ചെറിയ കൃഷിയിടങ്ങളിൽ അല്ലെങ്കിൽ അടുക്കള തോട്ടങ്ങൾക്ക് അനുയോജ്യമാണ്. ഈ വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട ആനമുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. FACTയിൽ നിന്നും ഭാരത് MOP. FACT MOPയിൽ 60% പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട്. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ പ്രധാന പോഷകങ്ങളിൽ ഒന്നാണ് പൊട്ടാഷ്. കീടങ്ങൾക്കും രോഗങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം വർദ്ധിപ്പിക്കാനും നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസന്തുലിത അവസ്ഥ പരിഹരിക്കാനും വരൾച്ചയിൽ നിന്ന് വിളകളെ സംരക്ഷിക്കാനും പൊട്ടാഷ് സഹായിക്കുന്നു. ധാന്യങ്ങളുടെ വലിപ്പവും വിളവിന്റെ ഗുണനിലവാരവും വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. നിലക്കടല, സൂര്യകാന്തി തുടങ്ങിയ എണ്ണക്കുരുക്കളിൽ എണ്ണയുടെ അളവ് വർദ്ധിപ്പിക്കാൻ പൊട്ടാസ്യം സഹായിക്കുന്നു. പൊട്ടാഷ് വളം ഫാക്ട് സ്ഥാപനത്തിന്റെ ഇരട്ട മുദ്രയിൽ കർഷകർക്ക് വിതരണം ചെയ്യപ്പെടുന്നു. വാഴ, നെല്ല്, കരിമ്പ്, പച്ചക്കറികൾ തുടങ്ങിയ എല്ലാ വിളകൾക്കും പൊട്ടാസ്യം ഉപയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക് എന്നത് FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു പ്രകൃതിദത്ത ജൈവവളമാണ്. ഫാക്ട് ഓർഗാനിക് മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി തുടങ്ങിയവയെ മെച്ചപ്പെടുത്തുന്നു. ഈ ജൈവവളത്തിൽ 12% ഓർഗാനിക് കാർബണും ചെറിയ അളവിൽ NPKയും അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ മൂലകങ്ങളും കൂടാതെ ഇരുമ്പ്, സിങ്ക്, ബോറോൺ തുടങ്ങിയ സൂക്ഷ്മ പോഷകങ്ങളും ചെറിയ അളവിൽ നൽകുന്നു. ഫാക്ട് ഓർഗാനിക് എല്ലാ മണ്ണിലും, എല്ലാ വിളകളിലും, എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം മണ്ണിരയുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടാകുന്നു. കൂടാതെ മണ്ണിൽ വായുസഞ്ചാരം വർദ്ധിക്കുന്നു. അമ്ലാവസ്ഥയും ക്ഷാരാവസ്ഥയും പോലുള്ള അസാധാരണ അവസ്ഥകളിൽ നിന്ന് മണ്ണിന്റെ pHനെ ഫാക്ട് ഓർഗാനിക് നിയന്ത്രിക്കുന്നു. ഫാക്ട് ഓർഗാനിക്കിന്റെ ഉപയോഗം മൂലം വേരുകളുടെ വളർച്ച മെച്ചപ്പെടുത്തുകയും ഉൽപാദനക്ഷമത വർദ്ധിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് ജൈവ കൃഷിക്കും പഴം, പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കള തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് ഓർഗാനിക് പ്ലസ് ഫാക്ട് വിപണനം ചെയ്യുന്ന ഒരു കോഴി അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് ഓർഗാനിക് പ്ലസ്. കൂടാതെ ഈ ജൈവവളം FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്തതാണ്. ഓർഗാനിക് പ്ലസ് മണ്ണിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും ജലം നിർത്താനുള്ള ശേഷിയും വർദ്ധിപ്പിക്കുന്നു. ഇത് മണ്ണിന്റെ വൻതോതിലുള്ള സാന്ദ്രത കുറയ്ക്കുകയും അതുവഴി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഫാക്ട് ഓർഗാനിക് പ്ലസിൽ 14% ഓർഗാനിക് കാർബണും 0.5% NPKയും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഓർഗാനിക് പ്ലസ് ജൈവ കൃഷിക്കും
പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. ഫാക്ട് പ്രോം ഫോസ്ഫറസ് റിച്ച് ഓർഗാനിക് മാനുവർ. ഭാരത സർക്കാരിന്റെ PM പ്രണാം എന്ന സംരംഭത്തിന് കീഴിൽ FCO നിർദ്ദേശങ്ങൾ പ്രകാരം വികസിപ്പിച്ചെടുത്ത് വിപണനം ചെയ്യുന്ന ജൈവ അധിഷ്ഠിത പ്രകൃതിദത്ത വളമാണ് പ്രോം. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഉയർന്ന ഗുണമേന്മയും ആവശ്യമായ പോഷകങ്ങൾ മണ്ണിലേക്ക് സാവധാനത്തിൽ പുറത്തുവിടുന്നതുമായ ഈ ജൈവവളം മണ്ണിനെ സമ്പുഷ്ടമാക്കുന്നതിന് ഏറെ സഹായകരമാകുന്നു. ഇതിൽ P2O5 ആയി 8% ഫോസ്ഫറസ് കൂടാതെ ചെറിയ അളവിൽ നൈട്രജൻ, പൊട്ടാഷ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. പ്രോമിന്റെ പ്രയോഗം മൂലം മണ്ണിന്റെ ഓർഗാനിക് കാർബണിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മണ്ണിന്റെ സുഷിരതയും ജലാംശം നിലനിർത്താനുള്ള ശേഷിയും മെച്ചപ്പെടുത്തുന്നു. ഇപ്രകാരം പ്രോം ഒരു മണ്ണ് കണ്ടീഷണറായും പ്രവർത്തിക്കുന്നു. ഫാക്ട് FOM ഫെർമെന്റഡ് ഓർഗാനിക് മാനുവർ. ഫാക്ട് FOM പരിസ്ഥിതി സൗഹൃദവും മണ്ണിൽ ദീർഘകാലം നിലനിൽക്കുന്നതുമായ പ്രകൃതിദത്ത ജൈവവളമാണ്. ഈ വളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഫാക്ട് FOMൽ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ കുറഞ്ഞത് 1 മുതൽ 2% വീതവും കൂടാതെ ചെറിയ അളവിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ, സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിരിക്കുന്നു. മണ്ണിന്റെ ഘടനയെ പരിപോഷിപ്പിക്കുകയും ചെടികൾക്ക് പോഷക ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന FOM ജൈവ കൃഷിക്കും പഴം പച്ചക്കറി തോട്ടങ്ങൾക്കും അടുക്കളത്തോട്ടങ്ങൾക്കും അനുയോജ്യമാണ്. പ്രോം എല്ലാ മണ്ണിലും എല്ലാ വിളകളിലും എല്ലാ സീസണിലും പ്രയോഗിക്കാവുന്നതാണ്. ഫാക്ട് PDM പൊട്ടാഷ് ഡിറൈവ്ഡ് ഫ്രം മൊളാസസ്. പൊട്ടാഷിന്റെ സ്വാഭാവിക ഉറവിടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജൈവവളമാണ് ഫാക്ട് PDM. കരിമ്പ് പിഴിഞ്ഞു കെട്ടുന്ന ശർക്കരപ്പാവിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ ജൈവവളത്തിൽ 14% പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നു. ഈ ജൈവവളം FCO നിർദ്ദേശപ്രകാരം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ചെറിയ അളവിൽ നൈട്രജൻ, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ ചെറിയ അളവിൽ സൂക്ഷ്മ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. PDM ഉപയോഗിക്കുന്നത് മൂലം ചെടികളിലെ സസ്യ ഹോർമോണുകളെ ഉണർത്തി വിളകളുടെ അഭിവൃദ്ധിക്കും അതിനോടൊപ്പം തന്നെ മണ്ണിന്റെ ഘടന, ജലം നിർത്താനുള്ള ശേഷി, മണ്ണിന്റെ ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. മണ്ണിൽ ഒരിക്കൽ പ്രയോഗിച്ചാൽ സൂക്ഷ്മാണുക്കൾ പെരുകി മണ്ണിന്റെ ഫലപുഷ്ടിയും ഇതിനോടൊപ്പം വർദ്ധിപ്പിക്കുന്നു. ജൈവകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് PDM. എല്ലാ വിളകൾക്കും എല്ലാ മണ്ണിനും വിളകളുടെ വളർച്ചയെ പ്രതിരോധിക്കുന്നതിന് PDM അത്യുത്തമമാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് FCCT ഉദ്യോഗമണ്ഡൽ എറണാകുളം. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. FCCT കാർഷിക സ്പോൺസർഡ് പരിപാടി.